ഏറ്റുമാനൂർ പൂഞ്ഞാർ റൂട്ടിൽ ചെർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷൻ വികസിപ്പിക്കണമെന്ന് ആവശ്യമായിരുന്നു. തിരക്കേറിയ സംസ്ഥാന പാതയിൽ മാർസലീവ മെഡിസിറ്റിയിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും BBM കോളേജിലേക്കും മാർസലീവ ഫൊറോന പള്ളിയിലേക്കുമുള്ള വാഹനങ്ങൾ ഈ ജംഗ്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപകട മേഖലയായി മാറുന്ന ചെർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ വികസനം അനിവാര്യമാവുകയാണ്. ബസ് സ്റ്റോപ്പിന് ഇരുവശവുമുള്ള സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ബസ് ബേ യാഥാർത്ഥ്യമാക്കാനും ജംഗ്ഷൻ വികസനത്തിനായി സ്ഥലമേറ്റെടുത്ത് ട്രാഫിക് ലൈറ്റ് സ്ഥാപിക്കണമെന്നും റൗണ്ടാന, റംബിൾ സ്ട്രിപ്പ് തുടങ്ങിയവ നിർമ്മിക്കണമെന്നും ചെർപ്പുങ്കൽ വാർഡ് മെമ്പർ സതീഷ് ശ്രീനിലയം ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പരിഹാരം എന്ന നിലയ്ക്ക് താലൂക്ക് സഭയിൽ പരാതി കൊടുക്കുകയും അതിന് ഒരു പരിഗണന എന്നതനുസരിച്ച് മാനസിക പനമ്പിലെയും കടുത്തുരുത്തി MLA മോൻസ് ജോസഫും ഇവിടെ ഒരു റൗണ്ടാന ഉൾപ്പെടെ ഒരു ട്രാഫിക് ലൈറ്റ് ഉൾപ്പെടെ സ്ഥാപിക്കാം എന്ന് വാക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് ഈ ചെർപ്പുങ്കൽ ഹൈവേ ബസ് സ്റ്റോപ്പാണിത്. ഈ ബസ് സ്റ്റോപ്പിന് ഇരുവശവും 20 അടി വീതി PWDക്കുണ്ട്. ഈ PWD ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിടങ്ങൂർ ബസ് ബേ പോലെ ചെർപ്പുങ്കൽ ബസ് ബേ വന്നാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് ഒഴിവാകുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും. അതിനുള്ള അപേക്ഷയും ഞാൻ PWD വഴി മുൻപോട്ട് നീക്കിയിട്ടുണ്ട്. അതിൻ്റെ സർവേ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ അപകടം ഉണ്ടായിട്ട് അല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രവർത്തിച്ച് പൊതുജനങ്ങളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഇനി വരുന്ന ഗവൺമെൻറ്റിന് മുൻപിൽ ഈ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുകയും അതനുസരിച്ച് ഈ വിവരങ്ങളെല്ലാം നടപ്പാക്കാൻ പരമാവധി ശ്രമിക്കും. ഹൈവേ ജംഗ്ഷൻ്റെ വികസനം എന്നുള്ളത് റൗണ്ടാന എന്നുള്ളതും അത് ഏറ്റെടുക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അത് നടപ്പാക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും പിന്നിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ പഴയ ജംഗ്ഷൻ്റെ വികസനവും ഇതുപോലെ തന്നെയാണ്. പഴയ ജംഗ്ഷൻ സംബന്ധിച്ചും ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ്. അവിടെയും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ടും ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട MP PWD അധികൃതരുമായിട്ട് സംസാരിച്ച് അത് മുൻപോട്ട് നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ജനപ്രതിനിധി നൽകി ഞാൻ അഭിമാനത്തോടെ മുൻപോട്ട് പോവുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച് പാലാ താലൂക്ക് സഭയ്ക്കും നിയുക്ത കടുത്തുരുത്തി MLA മോൻസ് ജോസഫിനും നിവേദനം നൽകിയതായി വാർഡ് മെമ്പർ സതീഷ് ശ്രീനിലയം പറഞ്ഞു. പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം സർക്കാർ സഹായത്തോടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വാർഡ് മെമ്പർ.